കേരളത്തിലെ സാധാരണക്കാരുടെ സമ്പാദ്യശീലങ്ങളിലും ആഘോഷങ്ങളിലും സ്വർണത്തിനുള്ള സ്ഥാനം സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഒരു പവൻ സ്വർണത്തിന്റെ വില 1 ലക്ഷം രൂപയും കടന്ന് മുന്നേറിയ വിപണിയിൽ ഇപ്പോൾ വൻ ഇടിവിനെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ജനുവരി 29-ന് കേരളത്തിൽ സ്വർണ്ണവില പവന് 1.31 ലക്ഷം രൂപ എന്ന റെക്കോർഡ് നേട്ടത്തിൽ എത്തിയിരുന്നു. എന്നാൽ ആവേശത്തോടെ സ്വർണം വാങ്ങിക്കൂട്ടിയവരെയും വൻതോതിൽ നിക്ഷേപം നടത്തിയവരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് വിപണി വിദഗ്ധർ പുതിയൊരു പ്രവചനം നടത്തുന്നു. അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ വിജയിക്കുകയാണെങ്കിൽ കേരളത്തിൽ പവൻ വില 30 മുതൽ 40% വരെ കുറയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. ഈ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങളും ആഗോള വിപണിയിലെ തന്ത്രപ്രധാനമായ നീക്കങ്ങളും വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ആഗോള ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി റഷ്യ യുക്രൈൻ യുദ്ധവും മിഡിൽ ഈസ്റ്റിലെ അശാന്തിയും കാരണം നിക്ഷേപകർ സുരക്ഷിത താവളമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിഞ്ഞിരുന്നു. ഇതോടൊപ്പം തന്നെ US ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവും സ്വർണ്ണവില റെക്കോർഡ് വേഗത്തിൽ ഉയരാൻ കാരണമായി. എന്നാൽ ഇപ്പോൾ വിപണിയിലെ കാറ്റ് മാറി ചിതറുകയാണ്. റഷ്യ അമേരിക്കയുമായി വീണ്ടും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ ആലോചിക്കുന്നതായും US ഡോളറിലുള്ള ഇടപാടുകളിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകളാണ് സ്വർണത്തിന്റെ തിളക്കം കുറയ്ക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ റഷ്യയെ ഇത്തരമൊരു ചിന്തയിലേക്ക് നയിക്കുന്നു എന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരമൊരു നീക്കം യാഥാർത്ഥ്യമായാൽ ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ ആവശ്യം കുത്തനെ കുറയുകയും അത് വിലയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഡോളറൈസേഷൻ അഥവാ ഡോളറിനെ ഒഴിവാക്കിയുള്ള വ്യാപാര രീതികൾ ഇന്ന് ലോകത്ത് വലിയ ചർച്ചയാണ്. റഷ്യയും ഇന്ത്യയും ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങൾ തങ്ങളുടെ വ്യാപാരത്തിനായി സ്വന്തം കറൻസികളോ അല്ലെങ്കിൽ സ്വർണത്തെയോ ആശ്രയിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പല രാജ്യങ്ങളിലും സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടി. ചൈനയും ഇന്ത്യയും ഈ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്നു. ബാങ്കുകൾ സ്വർണം വലിയ അളവിൽ വിപണിയിൽ നിന്ന് പിൻവലിച്ചതോടെ സ്വാഭാവികമായും വിതരണം കുറയുകയും ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്തു. ഇതാണ് സ്വർണ്ണവില 1 ലക്ഷം രൂപ കടന്ന് മുന്നേറാൻ പ്രധാന കാരണമായത്. എന്നാൽ റഷ്യ വീണ്ടും ഡോളറിനെ അംഗീകരിക്കാൻ തയ്യാറായാൽ ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ നീക്കത്തിന് വലിയ തിരിച്ചടിയുണ്ടാകും. റഷ്യ പോലെയുള്ള ഒരു വൻ ശക്തി ഡോളറിലേക്ക് മടങ്ങുമ്പോൾ മറ്റു രാജ്യങ്ങളും തങ്ങളുടെ സ്വർണ്ണ ശേഖരത്തെക്കുറിച്ചും വ്യാപാര നയങ്ങളെക്കുറിച്ചും പുനരാലോചന നടത്തേണ്ടി വരും. റഷ്യ ഈ വാർത്തകളോട് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര നിക്ഷേപകർക്കിടയിൽ വലിയ തോതിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടുകളെ മോസ്കോ നിഷേധിച്ചിട്ടില്ല എന്നതും വിപണിയിൽ ആശങ്ക പടർത്തുന്നു. US-ലെ പണപ്പെരുപ്പ നിരക്കുകൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കില്ലെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. പലിശ നിരക്കുകൾ കുറയാതിരുന്നാൽ ഡോളർ കരുത്താർജിക്കുകയും സ്വർണ്ണവില ഇടിയുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കൈവശമുള്ള സ്വർണം വിൽക്കാൻ തുടങ്ങിയാൽ വിപണിയിലേക്ക് സ്വർണത്തിന്റെ ഒഴുക്ക് കൂടും. വിതരണം കൂടുന്നതോടെ വിലയിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഒരു വസ്തുവിന്റെ ഡിമാൻഡ് കുറയുകയും സപ്ലൈ കൂടുകയും ചെയ്യുമ്പോൾ വില താഴുക എന്നതാണ് വിപണിയുടെ അടിസ്ഥാന നിയമം. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ തന്നെ ഏകദേശം 15% ഇടിവ് വിലയിൽ പ്രകടമായിട്ടുണ്ട്. 10 ഗ്രാം സ്വർണത്തിന്റെ വില 1 ലക്ഷം രൂപയിൽ താഴെ എത്തുമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. സാമ്പത്തിക വിദഗ്ധനായ അമിത് ഗോയലിനെ പോലെയുള്ളവരുടെ അഭിപ്രായ പ്രകാരം 2027 അവസാനത്തോടെ കോമെക്സ് വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $3000 സ്ഥിരപ്പെടാൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര വില ഈ നിലവാരത്തിലേക്ക് മാറുകയാണെങ്കിൽ ഇന്ത്യയിൽ 10 ഗ്രാം സ്വർണത്തിന്റെ വില 90,000 രൂപയ്ക്കും 1 ലക്ഷം രൂപയ്ക്കും ഇടയിലാകും. അങ്ങനെ സംഭവിച്ചാൽ ഉയർന്ന വിലയ്ക്ക് സ്വർണം വാങ്ങിയവർക്കും സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്കും ഇത് വലിയൊരു സാമ്പത്തിക ആഘാതമായിരിക്കും എന്നതിൽ തർക്കമില്ല. എങ്കിലും വിപണിയിലെ എല്ലാ വിദഗ്ധരും ഒരേപോലെ അഭിപ്രായക്കാരല്ല എന്നതും ശ്രദ്ധേയമാണ്. BCA റിസർച്ചിന്റെ റിപ്പോർട്ട് പ്രകാരം സ്വർണ്ണവിലയിൽ ഇപ്പോൾ കാണുന്നത് ഒരു താൽക്കാലിക തിരുത്തൽ മാത്രമാണ്. വിപണിയിൽ വലിയ കുതിപ്പുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ലാഭമെടുപ്പ് നടക്കാറുണ്ട്. നിക്ഷേപകർ തങ്ങളുടെ കൈവശമുള്ള സ്വർണം വിറ്റ് ലാഭം കൊയ്യുമ്പോൾ വില താൽക്കാലികമായി താഴുന്നത് സാധാരണമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ സ്വർണത്തിന് ഇപ്പോഴും ശോഭനമായ ഭാവി ഉണ്ടെന്നാണ് മോൺസ്ട്രിയൽ ആസ്ഥാനമായുള്ള ഈ ഗവേഷണ സ്ഥാപനത്തിന്റെ മുഖ്യ തന്ത്രജ്ഞനായ റൗക്കായ ഇബ്രാഹിം പറയുന്നത്. ജനുവരിയിലെ റെക്കോർഡ് മുന്നേറ്റം സ്വർണത്തിന്റെ അവസാനത്തെ കുതിപ്പല്ലെന്നും വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ചരിത്രപരമായ കണക്കുകൾ പരിശോധിച്ചാൽ സ്വർണ്ണവിലയിലെ ഇത്തരം തിരുത്തലുകൾ സാധാരണയായി 13 ദിവസം മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ പഴയ റെക്കോർഡ് നിലവാരത്തിലേക്ക് തിരിച്ചെത്താൻ 1 വർഷം വരെയും എടുത്തേക്കാം. അതിനാൽ ഇപ്പോൾ വില താഴുന്നത് കണ്ട് പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഇതൊരു ദീർഘകാല പ്രവണതയുടെ ഭാഗമാണെന്നും ഇവർ വാദിക്കുന്നു. ലാഭമെടുപ്പ് നടക്കുമ്പോൾ വില ഇടിയുന്നതും വീണ്ടും ആവശ്യം കൂടുമ്പോൾ വില ഉയരുന്നതും ഒരു ചാക്രിക പ്രതിഭാസമാണ്. എന്നാൽ റഷ്യയെപ്പോലൊരു രാജ്യത്തിന്റെ സാമ്പത്തിക നയപരമായ മാറ്റം ഈ ചക്രത്തിന്റെ ഗതി വേഗത്തിലാക്കുകയോ അല്ലെങ്കിൽ വലിയൊരു വീഴ്ചയിലേക്ക് നയിക്കുകയോ ചെയ്തേക്കാം. ചുരുക്കത്തിൽ കേരളത്തിലെ സ്വർണ്ണ വിപണി ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണെന്ന് പറയാം.
റഷ്യയുടെ ഓരോ നീക്കവും ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകളുടെ നിലപാടുകളും വരും ദിവസങ്ങളിൽ നിർണായകമാകും. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വില കുറയുന്നത് സന്തോഷ വാർത്തയാണെങ്കിലും ഉയർന്ന വിലയിൽ സ്വർണം വാങ്ങിയ നിക്ഷേപകർക്ക് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. സ്വർണ്ണവില കുത്തനെ താഴേക്കെത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നിരുന്നാലും വിപണിയിലെ ഈ അസ്ഥിരത സൂചിപ്പിക്കുന്നത് നിക്ഷേപകർ വളരെ കരുതലോടെ നീങ്ങണമെന്നാണ്. ആഗോള സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിദഗ്ധരുടെ ഉപദേശങ്ങൾ തേടുകയും ചെയ്യുന്നത് ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉചിതമായിരിക്കും. സ്വർണമെന്നും ഒരു സുരക്ഷിത നിക്ഷേപമായി തുടരുമെങ്കിലും അതിൻ്റെ വിലയിലെ ചാഞ്ചാട്ടങ്ങൾ നമ്മുടെ സാമ്പത്തിക പ്ലാനിങ്ങിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വില താഴുന്നത് കണ്ട് ധൃതിപ്പെട്ട് വിൽക്കാനോ അല്ലെങ്കിൽ വില ഇനിയും താഴുമെന്ന് കരുതി വാങ്ങാതിരിക്കാനോ പാടില്ല. ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷിയും ആവശ്യകതയും പരിഗണിച്ച് വേണം സ്വർണ്ണ വിപണിയിൽ തീരുമാനങ്ങളെടുക്കാൻ. വരും മാസങ്ങൾ സ്വർണ്ണവിലയെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണങ്ങളുടെ കാലമായിരിക്കും. റഷ്യയുടെ മടക്കവും അമേരിക്കയുടെ നയങ്ങളും ചേർന്ന് സ്വർണത്തിന്റെ ഭാവി നിശ്ചയിക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരന്റെ പോക്കറ്റിനെ അത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.